ഹലോ ഹലോ. എടി, പറ. എന്താടോ? എനിക്ക് വയ്യ അക്കുയി. അതെനിക്ക് കുറച്ച് മുന്നേ മനസ്സിലായി കാര്യം. നിങ്ങൾ എന്ത് മനസ്സിലാക്കിയെന്ന് പറയണേ? അതൊന്നും അല്ല. എന്തായിരുന്നു അവിടെ പ്രശ്നം? അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ഉമ്മാനോട് പോയി ചോദിക്കുക അതിനൊക്കെ. എന്താടോ ഇങ്ങനെയൊക്കെ സംസാരിക്കണം? എന്താ കാര്യം എന്ന് പറഞ്ഞൂടെ? അതൊക്കെ നിങ്ങൾ ഉമ്മാനോട് പോയി ചോദിക്കുക. എപ്പം നോക്കിയാലും തല്ലോടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഉം. ഞാനിപ്പോൾ ആരെ ഭാഗത്ത് നിൽക്കണ്ടേ? എൻ്റെ ഉമ്മാൻ്റെ ഭാഗത്ത് നിൽക്കണോ, നിൻ്റെ ഭാഗത്ത് നിൽക്കണോ? എൻ്റെ ഭാഗത്ത് നിൽക്കണം. അതെന്താ? നിങ്ങളിട്ട് ഞാൻ വരുമ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞ എന്നോട്? അത് പറഞ്ഞതൊക്കെ ശരി തന്നെ, പക്ഷെ ഇങ്ങനെ ഒരു തല്ലും പിടിക്കും പോയാൽ എങ്ങനെ ജീവിക്കും മോളെ? കാക്കു, ഞാനാണ് തല്ലൂർന്നത്. ഞാനൊരു സമാധാനത്തോടല്ലേ ഞാൻ ജീവിക്കണം. ഞാൻ വെറുതെ ഇരിക്കണം ഇവിടെ, എന്നിട്ട് ഇങ്ങണ്ടാ വരണേ. അപ്പൊ എൻ്റെ ഉമ്മ ഒരു കാര്യമില്ലാണ്ട് നീ ആയിട്ട് തല്ലുകൂടാണല്ലേ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നീയല്ലേ പറഞ്ഞത്? ഹലോ, പറ. നീ സങ്കടപ്പെടാൻ വേണ്ടിട്ടല്ല പറയണേ. ഹലോ, പറയാക്കുയി. എന്താ മിണ്ടാതിരിക്കണേ? എന്തോ. ഞാൻ പറയുന്ന ഒരു കാര്യം കേൾക്കണം. നീ ജീവിക്കാൻ വേണ്ടിയല്ലേ അവിടെ നിന്ന് ഇവിടം വരെ വന്നത്, എൻ്റെ കൂടെ ജീവിക്കാൻ? പിന്നല്ലാണ്ട്. അപ്പൊ പിന്നെ കുറെയൊക്കെ ഒന്ന് സഹിച്ചൂടെ? എത്ര പെട്ടെന്ന് വിചാരിച്ചിട്ട് സഹിച്ചു പിടിക്കണത്? അതല്ല ഞാൻ ചോദിക്കണേ. എനിക്കിതൊക്കെ ഒന്ന് മനസ്സറിഞ്ഞ് ചെയ്തൂടെ? ഇപ്പം അല്ലാതെ എൻ്റെ കുറ്റായി. ഞാൻ മനസ്സറിഞ്ഞ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. തന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ നിൽക്കുന്നത്. ഞാൻ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാടോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇപ്പം നേരെ നിന്റെ ഉമ്മായുമായിട്ട് നീ തല്ലു പിടിച്ചാലും നീ ഇങ്ങനെ തന്നെ കാണിക്കണേ? അതല്ലടോ, ഇപ്പം നീ നിന്റെ ഉമ്മാനുമായിട്ട് തല്ലു കൂടിയാൽ എല്ലാം അടിച്ച് പൊട്ടിക്കുകയും ഇറങ്ങി പോവുകയൊക്കെ ചെയ്യോ? പിന്നെന്താടോ ഇവിടെ ഇങ്ങനെ കാണിച്ചേ? എടോ, ഇതൊരു ജീവിതമല്ലേ. ഇത് അധികമൊന്നും ഉണ്ടാവില്ല, കുറച്ച് കാലം ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ എല്ലാം തീരും. അവരവരെ കാടായി, നമ്മളെ പാടായി. പറ്റുന്നിടത്തോളം അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കണം. കാരണം നാളെ നമുക്ക് അവരൊന്നും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. നമ്മളും നമ്മുടെ ജീവിതം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴേ സഹിച്ച് ജീവിച്ചില്ലെങ്കിലേ. ഞാൻ പറയുന്നത് കേൾക്കുന്നോ? കേൾക്കുന്നുണ്ട്. നമ്മുടെ സാഹചര്യം നമുക്കറിയാൻ പറ്റില്ല. നാളെ നമ്മളെ ആരാ പുറത്താക്കുക അകത്താക്കാന്നൊന്നും അറിയില്ല. അപ്പോൾ അതെല്ലാം സഹിച്ച് ജീവിച്ചാലേ പിന്നെ ഇതെല്ലാം ഫേസ് ചെയ്യാൻ പറ്റും നമുക്ക് മറ്റേ ഒരു സമയത്ത്. ഇതെന്താ ഓർക്കാത്തത്? ഞാനതല്ല ചോദിച്ചത്, നീ ഇതൊക്കെ ചിന്തിക്കുന്നുണ്ടോ? ഇതൊക്കെ ചിന്തിച്ചല്ലേ നീ സംസാരിക്കണത്? അതല്ലടോ, നീ ഇത്രയും ചെയ്തിട്ടും ഞാൻ എന്തുകൊണ്ടാ തന്നെ കുറ്റം പറയാത്തത്? അത് ഓർത്തോ? തൻ്റെ ഭാഗത്ത് വലിയ തെറ്റൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. നോക്കേതായാലും നമുക്ക് കേട്ടോ.